ഹലോ, ലൈഫ് കോച്ചാണ് നിങ്ങളുടെ കൂടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൈസൻ എന്ന ജപ്പാൻ ടെക്നിക്ക് പഠിച്ചു. അത് പ്രാക്ടീസ് ചെയ്ത് മടി മാറ്റി എല്ലാവരും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ടെക്നിക്ക് നമുക്ക് നോക്കാം. ഇക്കിഗായ് അഥവാ പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്തുക. റീസൺ ഫോർ ബീയിങ്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉറക്കം ഉണരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടല്ലോ, അതാണ് ഇക്കിഗായ്. ജപ്പാനിലെ ഒക്കിനാവ എന്നൊരു ഗ്രാമമുണ്ട്. അവിടുത്തെ ആളുകളുടെ ആയുർദൈർഘ്യം എത്ര ആണെന്ന് നിങ്ങൾക്കറിയോ? 82 മുകളിലാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപാട് പേരുണ്ട് അവിടെ 100 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവർ. അതും വെറുതെ ജീവിക്കല്ല, ജോലി ചെയ്ത് ജീവിക്കുന്നവർ. അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്. ഇക്കിഗായ് കണ്ടെത്തി ജീവിക്കുന്നവരാണ് അവർ. എന്നും എഴുന്നേൽക്കാൻ അവർക്ക് കാരണമുണ്ട്. ജീവിതത്തിന് അർത്ഥമുണ്ട്. ഈ ജീവിതത്തിന് അർത്ഥമില്ലാതാവുമ്പോൾ എന്താ സംഭവിക്കാൻ നിങ്ങൾക്കറിയോ? നമുക്ക് വല്ലാത്തൊരു മടുപ്പ് വരും. നമ്മുടെ ശരീരം ക്ഷയിക്കും. നമുക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങും. പ്രായം തോന്നി തുടങ്ങും. ഞാനീ പറയുന്നത് കേട്ടിട്ട് ലോകം മാറ്റിമറിക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവണമെന്നാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. അത് എന്തും ആവാം. ഒരു കുഞ്ഞു ജോലിയാവാം, ഒരു ചെറിയ ജോലിയാവാം. നിങ്ങൾക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയുമോ? നിങ്ങൾക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഒരു പക്ഷേ അതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണോ? അത് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? അതും ആവാം. ഇനി അതെങ്ങനെ കണ്ടെത്താമെന്ന് നിങ്ങൾക്കറിയോ? അതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ ജോലി ചെയ്യാൻ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? അത് ഈ ലോകത്തിന് ആവശ്യമുള്ള ഒന്നാണോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം തിരഞ്ഞെടുത്ത് ഈ ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അതിൻ്റെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായ് അഥവാ ജീവിത ഉദ്ദേശം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം അവിടെയാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കണം.